ക്ഷേത്രങ്ങളെല്ലാം ബന്ധിപ്പിച്ച് കോപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കണമെന്ന് സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യ. അതുവഴി ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡിൽ നിന്ന് മോചിപ്പിക്കാനാകുമെന്നും ഉദിത് ചൈതന്യ. പാലക്കാട് ഹിന്ദു ഐക്യവേദി 22ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിലാണ് ഹിന്ദു ഐക്യവേദി 22ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളെയെല്ലാം ബന്ധിപ്പിച്ച് കോപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കണം എന്നും ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ അതുവഴി ചെയ്യാനാവുമെന്നും കൂടാതെ ദേവസ്വം ബോർഡിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൂടാ. ഇന്നിപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഞാനിത് പറയാൻ കാരണം ഞാൻ ഇന്നലെ താമസിച്ച വീട്ടിലെ ഉണ്ണീജിയാണ് എനിക്ക് ആശയം തന്നത്. അദ്ദേഹം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ എൻ്റെ തലയിൽ കത്തിയത്, അതായത് കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ചേർന്ന് ഒരിപ്പം പാലക്കാട് ജില്ലയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ഉൾപ്പെടുത്തി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങളായി ആ ക്ഷേത്രങ്ങൾക്ക് വേണ്ടുന്ന ചന്ദനം, പൂവ്, ചന്ദനത്തിരി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ക്രമേണ ആ ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ പോലും ആ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ മെമ്പർമാർ നിശ്ചയിക്കുന്ന രീതിയിലാക്കിയെടുത്താൽ നമ്മുടെ ഇടയിൽ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഹിന്ദുവിന്റെ പാർലമെന്റാണ് പാലക്കാട് നടക്കുന്നത്. ഹിന്ദു ഐക്യവേദി ഉള്ളിടത്തോളം ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. ഭാരത സംസ്കൃതിയിൽ നിന്ന് മയക്കുമരുന്ന് ലഹരിയിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ കുടുംബങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമം നടക്കുന്നതായും ആത്മീയ വളർച്ചയിലൂടെ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവുകയുള്ളൂ എന്നും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറും പറഞ്ഞു. ആത്മീയമായ നമ്മുടെ വളർച്ച കൊണ്ട് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും അതിജീവിക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. ആത്മീയതയുടെ ഔന്നത്യത്തിൽ നമ്മളൊക്കെ ബ്രഹ്മത്തെ അറിഞ്ഞാൽ എല്ലാമായി എന്നറിഞ്ഞിരുന്നു. ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് ഒരുപക്ഷെ ബ്രഹ്മത്തെ അറിയുമ്പോഴാണ് ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നൊക്കെ അറിയുക. അപ്പൊ എന്നെ അറിയുക, ബ്രഹ്മത്തെ അറിയുക, ഇതൊക്കെയാണ് ആത്മീയ വളർച്ചയുടെ ഔന്നത്യമായി നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന പുഷ്പനെ അറിയാമോ എന്ന്. അവനവനെ അറിയാനും ബ്രഹ്മത്തെ അറിയാനുമാണ് ക്ഷേത്ര ആരാധനയിലൂടെയും നമ്മുടെ ആത്മീയ വളർച്ചയിലൂടെയും നടക്കേണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പുഷ്പനെ അറിയാം. അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്നെയല്ല, ബ്രഹ്മത്തെ അല്ല, പുഷ്പനെയാണ് എന്നിടത്തേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്ന ആത്മീയത. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, സംസ്ഥാന കാര്യാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി, സംസ്ഥാന രക്ഷാധികാരി MK കുഞ്ഞോൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ പ്രതിനിധി സമ്മേളനവും സംഘടനാ ചർച്ചകളും നടക്കുന്ന സമ്മേളനം 6-ന് സമാപിക്കും. ജനം, പാലക്കാട്.